നല്ല മഴക്കാലം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ മാസങ്ങളിൽ ഏതൊക്കെ പച്ചക്കറികളാണ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുക എന്ന് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ളതും പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ചീര മഴക്കാലത്ത് വളർത്താമെങ്കിലും പുഴുശല്യമൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ചീരയിൽ പുഴു വന്നാലും കേടുവന്നാലും നമ്മൾ ഒരിക്കലും വേപ്പെണ്ണ ഉപയോഗിച്ചിട്ടുള്ള യാതൊരു കീടനാശിനിയും ഉപയോഗിക്കാൻ പാടില്ല. വേപ്പിൻ പിണ്ണാക്കും ഇതിനെ ചുവട്ടിട്ട് കൊടുക്കരുത്. ചീരയ്ക്ക് നല്ല രീതിയിൽ കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് അതിനകത്ത് കായം കലർത്തി ചീരയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചീര മാറ്റി നട്ട് നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് വഴുതന പാകി മുളപ്പിച്ച ശേഷം 4 ഇല ആകുമ്പോൾ നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് നട്ടു കൊടുക്കാം. മഴയത്ത് നന്നായിട്ട് വളരും. ചാണകപ്പൊടി മറ്റ് കമ്പോസ്റ്റ് വളങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടി വരുന്ന ഒന്നാണ് തക്കാളി കൃഷി നമുക്ക് മഴക്കാലത്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നന്നായിട്ട് പിടിച്ച് കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രോ ബാഗിനകത്ത് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഗ്രോ ബാഗിനകത്ത് ചെയ്യുക, കുറച്ച് മഴ നേരിട്ട് പതിക്കാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം. അപ്പോൾ ഗ്രോ ബാഗിനകത്ത് നട്ട് കഴിഞ്ഞാൽ മഴ ഇല്ലാത്തപ്പോൾ നമുക്ക് മുറ്റത്തേക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം. തക്കാളി നടുന്നതിന് മുമ്പ് ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു ഗ്രോ ബാഗിനകത്ത് 1 സ്പൂണോളം കുമ്മായം ഇട്ട് മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്ത് 14 ദിവസം ആകുമ്പോഴേ തൈ മാറ്റി നടാൻ പാടുള്ളൂ. നടുമ്പോൾ തന്നെ വളങ്ങളായിട്ട് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇവയൊക്കെ മിക്സ് ചെയ്ത മണ്ണിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം. നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് കൃഷി ചെയ്യേണ്ടത്. മത്തനും കുമ്പളവും നമുക്ക് ഈ ഒരു സമയത്ത് കൃഷി ചെയ്യാം. മത്തൻ്റെ തളത്തിന് ചുറ്റും നമുക്ക് ചാരം വിതറി കൊടുക്കാവുന്നതാണ്. കമ്പോസ്റ്റ്, കാലിവളം, കോഴിവളം ഇവയൊക്കെ നമുക്ക് മത്തനും കുമ്പളത്തിനും ഇട്ട് കൊടുക്കാവുന്നതാണ്. പടരാൻ ഒരുപാട് സ്ഥലം ആവശ്യമുള്ള മത്തനും കുമ്പളവും പടർത്താൻ സ്ഥലമില്ലാത്തവർക്ക് ടെറസിന് മുകളിലേക്ക് പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവ മറ്റ് ചെടികൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ വളർന്നു പോയിക്കോളും. കൃത്യമായിട്ട് പരാഗണം നടന്നില്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ സമയത്ത് ആൺപൂക്കൾ പറിച്ചെടുത്ത് അതിൻ്റെ ഇതളുകൾ മാറ്റിയ ശേഷം പെൺപൂക്കളുടെ നടുവിൽ പൂമ്പൊടി വരുന്ന ഭാഗത്തൊന്ന് മുട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഹാൻഡ് പോളിനേഷൻ, കൃത്രിമ പരാഗണം ചെയ്തു കൊടുക്കാം. പരാഗണം നടത്താൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന പെൺപൂവ് തണ്ട് നല്ല കട്ടിയോട് കൂടിയുള്ളതും കായ്ക്കൽപ്പം വലിപ്പമുള്ളതുമായിരിക്കണം. കട്ടിയില്ലാത്ത തണ്ടോട് കൂടിയ പെൺപൂക്കൾ പരാഗണം നടത്തിയാലും പൊഴിഞ്ഞു പോകും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് പച്ചമുളക് കൃഷി. ഏത് വിധത്തിൽപ്പെട്ട മുളകും നമുക്ക് ഒരു ഗ്രോ ബാഗിനകത്ത് നട്ട് മുളപ്പിച്ച ശേഷം 2 ഇല പരുവാകുമ്പോഴത്തേക്ക് മാറ്റി നടാം. നീളമുള്ള നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ടൈപ്പ് മുളകാണ് നിങ്ങൾക്ക് നട്ട് വളർത്തേണ്ടതെങ്കിൽ ഇതിൻ്റെ പേര് സിറ എന്നാണ്. വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഈ തൈയിൽ നിറച്ച് മുളകുണ്ടാവും. ഇതുപോലെ ഉരുണ്ട് നീളം കുറഞ്ഞ മുളകാണ് ബുള്ളറ്റ് മുളക്. ഇതും നമുക്ക് നല്ല രീതിയിൽ വിളവ് തരുന്ന മുളകാണ്. നല്ല എരിവുള്ള മുളകാണ്. നല്ല ഇനം കോവലിൻ്റെ തണ്ടുകൾ നോക്കി നമുക്ക് ഈ മഴക്കാലത്ത് മുളപ്പിച്ചെടുക്കാം. വെണ്ട കൃഷി മഴക്കാലത്ത് വെണ്ട നന്നായിട്ട് വളരുകയും നല്ല രീതിയിൽ വിളവ് തരികയും ചെയ്യും. തടമെടുക്കാതെ കൂന കൂട്ടി അതിന് മുകളിൽ കൃഷി ചെയ്യുന്നതാണ് നല്ലത്. ഈ മഴക്കാലത്ത് ചെയ്യാവുന്ന മറ്റൊരു കൃഷിയാണ് പാവൽ കൃഷി. നിങ്ങളുടെ വീട്ടിൽ വൃത്തിയുള്ള ഒരല്പം സ്ഥലം കൂൺ കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം നേടിത്തരാൻ ഈ കൃഷിക്ക് കഴിയും. വെറും 10 ബെഡ് കൂൺ കൃഷി ചെയ്താൽ തന്നെ നമുക്ക് നിത്യവും നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു കൃഷിയാണ് കൂൺ കൃഷി. കൂൺ കൃഷിക്ക് ചിലവ് വളരെ കുറവാണ്. 2000 രൂപയ്ക്ക് താഴെ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നിത്യവരുമാനം കിട്ടുന്നൊരു മാർഗ്ഗമാണ് കൂൺ കൃഷി. ഇതിനെക്കുറിച്ചുള്ളൊരു ഫുൾ വീഡിയോ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.